ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മൈ വാച്ച് കളക്ഷൻ. എനിക്ക് വാച്ച് ഇട്ടില്ലെങ്കിൽ ഒരു നേക്കഡ് ഫീലിംഗ് ആണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കും ഞാൻ ഇടക്കിടക്ക്. എനിക്ക് ഭയങ്കര കാരണം ഞാൻ അത്ര യൂസ്ഡായി. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മസ്റ്റായിട്ടും വാച്ച് വേണമായിരുന്നു. അങ്ങനെയാണ് ആ ശീലം തുടങ്ങിയത്. പിന്നെ അതങ്ങ് ശീലമായി. പിന്നെ ഇപ്പോൾ വാച്ചില്ലാതെ പറ്റേണ്ട അവസ്ഥയായി. അപ്പം ഒരുപാടൊന്നും ഇല്ല, എന്നാലും എൻ്റെ കയ്യിലുള്ള വാച്ചസ് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ. റീസെൻ്റായിട്ട് വാങ്ങിച്ചൊരു വാച്ചാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതൊരു ഗോൾഡും സിൽവർ, ഗോൾഡാണ് ഇതിൻ്റെ ചെയിനിന് അകത്ത് വന്നേക്കുന്നത്, പിന്നെ സിൽവർ ഡയൽ ഗ്രീൻ കളറാണ്. ആൻഡ് എനിക്കിഷ്ടപ്പെട്ടു ഈ കളറ്. അങ്ങനെ ഞാൻ വാങ്ങിച്ച. പണ്ട് ഇത്രയും വീതി ഉള്ളതൊന്നും ഞാൻ ഇടത്തില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാം പോകും. ഇതിനെന്തോ 1000 സംതിങ് എന്തോ ആയിരുന്നു നാട്ടിൽ. ആലപ്പുഴയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതാണ് ആ വാച്ച്. അടുത്ത വാച്ച് ഇതാണ്. ഞാൻ ടൈറ്റൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതും ആലപ്പുഴയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ആ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെയിന്. അന്നേരം പിന്നെ എനിക്ക് ഗോൾഡ് വാച്ച് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വാച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ സെക്കൻഡ് വാച്ച് ആയിരുന്നു തോന്നുന്നു. ഇതായിരുന്നു എൻ്റെ വാച്ച്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്. എൻ്റെ ഗോ ടു ഗോൾഡൻ വാച്ച് ഇതാണ്. അടുത്തത് ഈ ഒരു വാച്ചാണ്. ഇത് ആക്ച്വലി എൻ്റെ അപ്പാപ്പൻ എനിക്ക് തന്നതായിരുന്നു. എനിക്ക് തന്നിട്ട് എൻ്റെ അനിയന് കൊടുത്തിട്ട് അവൻ ഇടത്തില്ല ഇങ്ങനത്തെ ഗോൾഡൻ വാച്ചസ് ഒന്നും. അങ്ങനെ ഞാൻ അടിച്ചു മാറ്റി നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാനിത് എൻ്റെ സൈസിലേക്കാക്കി. ചിലപ്പോഴും ഇടാറുണ്ട്. അപ്പാപ്പന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു, ഞങ്ങളുടെ ഒരു കസിൻ തന്നെ കൊടുത്തായിരുന്നു. അപ്പം പുള്ളിക്ക് ചെറിയ ഡയലായതുകൊണ്ട് പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അനിയന് കൊടുക്കുന്നത്. അവസാനം അത് എൻ്റെ കറങ്ങി വെച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നെ വന്നു. നല്ല വാച്ചാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ എപ്പോഴും ഇടാറൊന്നുമില്ല, പക്ഷേ ഐ ആക്ച്വലി ലൈക്ക് ഇറ്റ് സോ മച്ച്. ദിസ് ഈസ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് വെൻ ഐ പുട്ട് ഇറ്റ് ഓൺ. ഈ വാച്ചസ് ഐ ഹാവ് ടോക്ക്ഡ് അബൌട്ട് ഇറ്റ് ബിഫോർ. ഈ വാച്ച് വാങ്ങിയ ടൈമിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, ഈ ഒരു അസ്തെറ്റിക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഞാൻ കൂടുതലും ബ്ലാക്കാണ് ഇടുന്നത്. ഈ ഒരു കളർ ഞാൻ അങ്ങനെ ഇടാറില്ല, എന്നാലും രണ്ടും എനിക്കിഷ്ടമാണ്, നല്ലതാണ്. വലിയ ക്വാളിറ്റി ഉള്ള സാധനം, വലിയ വിലയുള്ള സാധനം ഞാൻ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്തായിരുന്നു. ആൻഡ് എനിക്കിഷ്ടമാണ് ഈ രണ്ട്. നല്ല ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ്, ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്കാണ്. ഏതൊരു ഡ്രസ്സിൻ്റെയും കൂടെ പോകും. അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് വാച്ചസ് ഭയങ്കര ഇഷ്ടം. അടുത്തത് ഈ ഒരു വാച്ചാണ്. ഗോൾഡൻ വാച്ച് ഉള്ളപ്പോൾ എന്തായാലും ഒരു സിൽവർ വാച്ച് വേണമല്ലോ. ഞാനപ്പോൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സിൽവർ വാച്ചായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് കസ്റ്റംസിൻ്റെ അവിടെ വന്നപ്പോഴായിരുന്നു. എന്തോ എവിടെയോ ഞാൻ വെച്ചു ഊരിയിട്ട്, പക്ഷേ എടുത്തെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ എടുത്തിട്ടില്ലായിരുന്നു, അതങ്ങനെ പോയി. അപ്പോൾ ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ അടുക്കെ പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് വാങ്ങിച്ചു തന്നൊരു സിൽവർ വാച്ചാണ്. ഇതും ടൈറ്റൻ്റെ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഇതിനൊരു 1000 സംതിങ് ആ റേഞ്ച്. ഇത് വാങ്ങിച്ചു തന്നപ്പോൾ ഇപ്പോൾ ക്ലോസ് ടു മൈ ഹാർട്ടാണ്, കാരണം ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നെയാണല്ലോ. ഇതാണ്. പിന്നെ ഇത് വന്നിട്ട് ആപ്പിൾ വാച്ചിൻ്റെ മറ്റേ ഡയലാണ്. ഇതെൻ്റെ അനിയൻ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. SE വേർഷനാണ്. കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രാപ്പ് ഞാൻ മാറ്റിയിടും. അപ്പോൾ ഇതിൽ ഇത്രയും സ്ട്രാപ്സ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് തന്നെയാണ് എൻ്റെ വാച്ചെല്ലാം ഞാൻ വെക്കുന്നത്. ഇതിനകത്താണ്, ബാക്കിയുള്ള വാച്ചിൽ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മാറ്റി ഇടാറുണ്ട് ഈ ആപ്പിൾ വാച്ചിൻ്റെ ഈ ഡയലിൻ്റെ കൂടെ. അപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഈ ബാഗും ഈ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്സും എല്ലാം. അതിനകത്ത് ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, പിന്നെന്താ മെറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ മറ്റേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വാച്ചുകളൊക്കെ ഞാൻ ഇവിടെ വെക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്പേസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും വേറൊരു ബാഗ് വാങ്ങിക്കേണ്ടി വരും. അപ്പം ഇതാകുമ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബാക്കിയുള്ള വീഡിയോകളും കൂടെ അക്കൗണ്ടിൽ കയറി കാണും. ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയൂ. ടാറ്റാ ബൈ ബൈ.